സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. ബ്യൂട്ടി പാർക്കിന്റെ 1ാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും. പൊരൂർ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമക്കേടിലും അഴിമതിയിലും സമഗ്ര അന്വേഷണം നടത്തണമെന്ന് LDF പൊരൂർ പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പൗരസമിതി എന്ന പേരിൽ കടലാസ് സംഘടന ഉണ്ടാക്കിയാണ് തട്ടിപ്പ്. ഇതിൽ പ്രതിഷേധിച്ച് ഈ മാസം 15-ന് ശനിയാഴ്ച രാവിലെ 10-ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പൊരൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേടും അഴിമതിയും നടക്കുന്നു എന്ന വിവരം കാണിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം നേരത്തെ വിളിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി നിരവധിയായ പുതിയ പ്രശ്നങ്ങൾ പൊരൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്ന ഒരു കൃത്രിമമായ പഞ്ചായത്തിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എസ്റ്റിമേറ്റിൽ റിവിഷൻ നടന്നിട്ടുണ്ട്, അതിനകത്ത് വലിയ അഴിമതി ഉണ്ട് എന്ന് ഞങ്ങൾ അന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചതായിരുന്നു. ഇപ്പൊ വിവരാവകാശ രേഖകൾ വെച്ച് നോക്കുമ്പോഴാണ് 14ഓളം വരുന്ന ഏതോ ആളുകൾ ഒപ്പിട്ട ഒരു പൗരസമിതി എന്ന പേരിലുള്ള ഒരു അപേക്ഷയുടെ പുറത്താണ് കോടിക്കണക്കിന് രൂപയുടെ അധികം വരുന്ന എസ്റ്റിമേറ്റ് റിവിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിയ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുന്ന മറ്റൊരു കാര്യം, ഇക്കഴിഞ്ഞ 31-ാം തീയതി പൊരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു അടിയന്തര യോഗം വിളിക്കുകയുണ്ടായി. അതിനകത്ത് കോൺഗ്രസിന്റെ മെമ്പറായ സഫാർ റംസി എന്ന് പറയുന്ന മെമ്പർ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം ആ ഭരണസമിതിക്ക് മുമ്പാകെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രമേയത്തിനകത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലെ ഒട്ടുമിക്ക കാര്യങ്ങളും വസ്തുതയാണ് എന്നുള്ളത് സൂചിപ്പിക്കുകയും കഴിഞ്ഞ ഭരണസമിതി യോഗം ആ പ്രമേയം അംഗീകരിക്കുകയും ചെയ്തതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം. പ്രമേയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള വിയോജനക്കുറിപ്പുകൾ ഞങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രമേയത്തിൽ പറയുന്ന പ്രധാന കാര്യം, ഒന്ന്, ഇങ്ങനെയുള്ള ഒരു കള്ള കമ്മിറ്റി കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ എസ്റ്റിമേറ്റ് റിവിഷൻ നടത്തിയിരിക്കുന്നു എന്നാണ് അതിൽ പറയുന്ന ഒരു കാര്യം. ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ഈ ജലവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. ഭരണസമിതി എവിടെയുണ്ട്? കുടിവെള്ളമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. ഈ കമ്മിറ്റിയൊക്കെ നിലനിൽക്കെ ഇങ്ങനെ ഒരു പൗരസമിതി പരാതി കൊടുത്ത് അതിന്റെ ഭാഗമായി എസ്റ്റിമേറ്റ് റിവിഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റിക്കാരെ ജനമധ്യത്തിൽ കൊണ്ടുവരാനും അതിനെതിരെ പരാതി കൊടുക്കാനും പൊരൂർ ഗ്രാമപഞ്ചായത്ത് അതിന്റെ ഭാഗമായി തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, ഈ പൗരസമിതി ഉൾപ്പെടെയുള്ള സംവിധാനത്തെ പൊരൂരിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടുകൂടിയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരാക്ഷേപം. കാരണം ഇതുമായി ബന്ധപ്പെട്ട പോലീസ് പരാതി കൊടുക്കാൻ ഇതുവരെ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല, ഇവരാരാണെന്ന് അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന്റെ എല്ലാം തന്നെ ആ ഒരു പ്രമേയത്തിന്റെ കോപ്പിയും അതോടൊപ്പം തന്നെ ഈ ഒരു കള്ള കമ്മിറ്റിയുടെ ആ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മാധ്യമങ്ങൾക്ക് വേണ്ടി ഈ ഒരു അവസരത്തിൽ തരാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ പൊരൂരിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന വിഷയം, റോഡുകളൊക്കെ വെട്ടിപ്പൊളിച്ച് അതിനകത്ത് HDD പൈപ്പ് ഇടുന്നതിന് പകരം PVC പൈപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ആ HDD പൈപ്പ് മാറ്റി PVC ആക്കാനുള്ള തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞ ഈ 10-14ഓളം വരുന്ന ആളുകൾ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറയുന്ന ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തിനാണ് പൊരൂരിൽ ഒരു പഞ്ചായത്ത് ഭരണസമിതി എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. പഞ്ചായത്ത് ഭരണസമിതി ഒരു കാര്യത്തിലും അതിന് ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. ഞങ്ങളുടെ റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്, ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രമേയത്തിൽ പഞ്ചായത്ത് ഭരണസമിതിന് അംഗീകരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലൂടെ പോകുന്ന റോഡാണ് ഉൾപ്പെടെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്, ഞങ്ങളത് അറിഞ്ഞിട്ടില്ല എന്ന് പ്രമേയത്തിൽ പറയുകയും ആ പ്രമേയം അംഗീകരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കോൺക്രീറ്റ് റോഡുകളൊക്കെ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ വ്യവസ്ഥ. JCB ഉപയോഗിച്ചും ഒക്കെ അത് മാന്തി പൊളിച്ച് പൊരൂർ പഞ്ചായത്തിൽ എല്ലാ റോഡുകളും ഗതാഗതത്തിന് പറ്റാത്ത രീതിയിലേക്ക് മാറ്റി തീർക്കുന്ന പ്രവണതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇടപെടുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കുടിവെള്ള പദ്ധതിയുടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അതിന്റെ സോഴ്സാണ്, അത് ചാലിയാറിന്ന് വെള്ളം എടുക്കുന്നു. 2 അതിന്റെ ശുദ്ധീകരണ പ്ലാന്റ് ആണ്, അത് തൃക്കലമൂട് അതിന്റെ പ്രവർത്തനം നടക്കുന്നു. 3 അതിന്റെ സംഭരണ കേന്ദ്രമാണ്, ആ ടാങ്കിൽ നിന്ന് മാത്രമേ കുടിവെള്ളം വിതരണം ചെയ്യാൻ പറ്റൂ. പൊരൂർ പഞ്ചായത്തിൽ ഇന്ന് വരെ സംഭരണ ടാങ്ക് സ്ഥാപിക്കുന്നതിനാവശ്യമായ സ്ഥലം അക്വയർ ചെയ്യാനോ അതുമായി നടപടി പൂർത്തിയാക്കാനോ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ കാര്യം ജനങ്ങളുമായി വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ വരുന്ന 10-11 തീയതികളിൽ
രാവിലെ 10-ാം തീയതി പോരൂർ മേഖലയിലും 11-ാം തീയതി ചാത്തുമോട്ടുപുറം മേഖലയിലും വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഈ വരുന്ന 15-ാം തീയതി രാവിലെ 10 മണിക്ക് പോരൂർ പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള LDF-ന്റെ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി, ജലവിഭവ വകുപ്പ് മന്ത്രി, ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും LDF-ൽ എല്ലാ കക്ഷികളും ഒപ്പിട്ടുകൊണ്ടുള്ള നിവേദനം ഞങ്ങൾ ഇതിനകം കൊടുത്തു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തി HT പൈപ്പുകൾ സ്ഥാപിക്കുന്നതിന് പകരം PVC പൈപ്പാക്കി മാറ്റി ജലവിതരണ പൈപ്പുകൾ ദ്രുതഗതിയിൽ സ്ഥാപിക്കുമ്പോഴും ജലം സംഭരിക്കുവാനുള്ള ടാങ്ക് എവിടെ സ്ഥാപിക്കുമെന്ന് പോലും തീരുമാനമായിട്ടില്ല. നിലവിലെ കോൺക്രീറ്റ് റോഡുകൾ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതിന് പകരം JCB ഉപയോഗിച്ച് പൊളിക്കുകയാണെന്നും LDF ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. മാർച്ചിന്റെ ഭാഗമായി തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 2 മേഖലകളായി തിരിച്ച് വാഹന പ്രചാരണ ജാഥകൾ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ M. മുജീബ് റഹ്മാൻ, AP ഫിറോസ് ബാബു, M. മുരളീധരൻ, ചന്ദ്രൻ നീലാംബ്ര, കണ്ണിയൻ കരീം, AK ഫൈസൽ, K. ഇബ്രാഹിം, P. കുട്ടിയാമ്മ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിന് ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി.